145 സങ്കീർത്തനം. ദാവീദ് രാജാവ് രചിച്ച ദൈവത്തിൻ്റെ മഹത്വവും ദൈവവും വാഴ്ത്തുന്ന അവസാനത്തെ സ്തുതിഗീതമാണിത്. ഇതിൻ്റെ അക്രോസ്റ്റിക് ഘടന എന്നത് മലയാള അക്ഷരമാലാക്രമത്തിൽ ആ മുതൽ ക്ഷ വരെ എന്നതുപോലെ ഹീബ്രു അക്ഷരമാലാക്രമത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള അക്ഷരങ്ങളിൽ ഓരോ വാക്യവും തുടങ്ങുന്ന വിധത്തിൽ എഴുതിയ 9 സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇത്. ദൈവത്തിൻ്റെ നിത്യമായ രാജ്യത്വത്തെയും എല്ലാ സൃഷ്ടികളോടുമുള്ള കരുണയെയും വിശ്വസ്തതയെയും ഇതിൽ പ്രകീർത്തിക്കുകയാണ്. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ധ്യാനിക്കുവാനും തലമുറകളായി സ്തുതി പകർന്നു നൽകുവാനും ആഹ്വാനം ചെയ്യുന്നതുമാണ്. ദൈവത്തെ വാഴ്ത്തുന്നതിലൂടെ തലമുറകൾ തമ്മിൽ ദൈവപ്രവൃത്തികൾ കൈമാറുന്ന ഒരു സിംഫണിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാം. 145 സങ്കീർത്തനം. ബാറഖ്യമോർ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിൻ്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവർത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവർത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവർത്തികളും അവൻ്റെ രാജ്യത്വത്തിൻ തേജസ്സുമുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവും ആകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ് യഹോവയെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവൻ്റെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറഖ്യമോർ.